ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് നേരെ കരാമയിലോട്ടാണ്. കരാമ വൈബും അവിടുത്തെ ഫുഡ് ഫെസ്റ്റിവലും തന്നെയാണ് ഇപ്പൊ ദുബായിൽ ട്രെൻഡിങ് ആയിട്ട് മലയാളികൾക്കിടയിൽ നിൽക്കുന്നത്. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പുതിയ വീഡിയോസ് കാണാനായി നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ആക്കി ഇടുക. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് കരാമയിലോട്ട് പോയത്. കാരണം ഞങ്ങളുടെ നോമ്പ് തുറയും ഇഫ്താറും എല്ലാം ഇന്ന് കരാമയിലാണ്. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു റെസ്റ്റോറന്റിലാണ്. കീർത്തി റെസ്റ്റോറന്റിലാണ് ഞങ്ങൾ പോയത്. കരാമയിലെല്ലാം തന്നെ നടന്നു പോകാവുന്ന ദൂരത്താണ്. റെസ്റ്റോറൻറ്റ്സുകളായാലും പള്ളികളായാലും എല്ലാം അടുത്ത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം റഷ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഫുഡ് കിട്ടിയത്. കാരണം ഞങ്ങൾ നോമ്പായതുകൊണ്ട് ഫുഡ് പെട്ടെന്ന് ലൈറ്റ് ആയിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ റെസ്റ്റോറന്റിൽ കയറിയത്. അവിടുത്തെ ഫുഡ് കൊള്ളായിരുന്നെങ്കിലും ഫുഡിന്റെ ക്വാണ്ടിറ്റി അല്പം കുറഞ്ഞായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കരാമ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നിടത്തേക്കാണ്. കരാമ മെട്രോ സ്റ്റേഷൻ ഏകദേശം 10-15 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ള സിറ്റി മക്കാനി റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലാണ് ഈ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. ദുബായിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഒന്നിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കരാമ. അപ്പൊ അവിടെ ഒരു ഫുഡ് ഫെസ്റ്റും കൂടെ നടക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈയിടെയായിട്ട് അതിനൊരു പേര് വിട്ടു, കരാമ വൈബ്. നമ്മൾ ആ സ്ട്രീറ്റിലോട് കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ എന്നുള്ള മനോഹരമായ ലൈറ്റ് കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ഇത് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. ആ സ്ട്രീറ്റിലോട് കയറുമ്പോൾ തന്നെ നമുക്ക് നാട്ടിലെത്തിയ വൈബാണ്. നമ്മുടെ ട്രിവാൻഡ്രം കനകക്കുന്ന് ഓണം ഫെസ്റ്റ് ആയിക്കോട്ടെ, ക്രിസ്മസ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അവിടെ നടക്കുന്ന അതേ ആംബിയൻസും അതേ വൈബും തന്നെയാണ് ഇവിടെ ഉള്ളത്. അവിടെ പോയവർക്ക് പെട്ടെന്ന് കണക്ട് ആവും. അതുകൊണ്ടാണ് ഞാൻ ആ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത്. ഐസ്ക്രീം പറയും. ഇതൊക്കെ എന്തുവാണ് സംഭവം? ഇതൊക്കെ ഒരു ഇത് എന്താ പറയുക, സ്റ്റോളില്ല. അങ്കമാലി തട്ടുകട ഐസ്ക്രീമിന്റെ ഐസ്ക്രീം. സത്യം പറഞ്ഞ പള്ളിപ്പെരുന്നാളിൽ ഒന്നൊരു ഫീലാണ്. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, തട്ടുദോശ, പാനിപൂരി, അങ്ങനെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. എന്ന് പറയുമ്പോൾ ഫുഡ് മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത്. അവിടെ ഇനി ആക്ടിവിറ്റീസ് വേറെ ഉണ്ട്. തനോര ഡാൻസ്, സ്ട്രീറ്റ് ഷോസ്, ഡ്രോയിങ്സ്, അറബിക് ലെറ്റേഴ്സിൽ ഡിസൈൻ ചെയ്ത് വരച്ചു കൊടുക്കുന്നത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. നമുക്കത് കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ എന്ത് വൈബാണെന്ന് അറിയാമോ. ബർത്ത്ഡേ ഫംഗ്ഷൻ ആവട്ടെ, നമ്മുടെ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ ആവട്ടെ, നമുക്ക് അവിടെ വന്ന് അത് ആഘോഷിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഇനി നമുക്ക് അവിടുത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോവാം.
കരാമയിലെ നൈറ്റ് ലൈഫ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശരിക്കും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ അടുത്തൊരു പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും ബൈ.